നടൻ അല്ലു അർജുന ഇടക്കാല ജാമ്യം. അല്ലു അർജുനെതിരെ പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. ശ്യാം ദേവരാജ് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്യാം ദേവരാജ്, ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. അല്ലു അർജുന ഇടക്കാല ജാമ്യം കിട്ടുന്നു. സാധാരണക്കാരനാണെങ്കിലും ജാമ്യം നൽകേണ്ടതാണ് എന്ന നിരീക്ഷണത്തോടെ ഇടക്കാല ജാമ്യം കൊടുക്കുകയാണ്. കുറ്റം നിലനിൽക്കില്ല എന്നല്ലേ കോടതിയുടെ കണ്ടെത്തൽ? അങ്ങനെ തന്നെയാണ്. പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കില്ല എന്ന് കണ്ടാണ് തെലങ്കാന ഹൈക്കോടതി അല്ലു അർജുന ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നത്. സ്ഥിരം ജാമ്യത്തിനായി, റെഗുലർ ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കാം എന്ന കാര്യം കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അല്ലു അർജുന അങ്ങേയറ്റം ആശ്വാസകരമായ നടപടിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്, തെലങ്കാന ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 1.25 മണിക്കൂറാണ് അല്ലു അർജുന്റെ ജാമ്യാപേക്ഷയിൽ തെലങ്കാന ഹൈക്കോടതി വാദം കേട്ടത്. അതിനുശേഷമാണ് അല്ലു അർജുന തെലങ്കാന ഹൈക്കോടതി ജാമ്യം നൽകിയത്. പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കില്ല എന്ന് കണ്ടാണ് ഈ ജാമ്യം നൽകിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. കോടതി ഒരു ഘട്ടത്തിൽ നിരീക്ഷിച്ചത് ഈ പ്രഥമദൃഷ്ട്യാ അല്ലു അർജുനെതിരെ കുറ്റം നിലനിൽക്കില്ല, അതായത് ഇത്തരമൊരു ഒരാളെ കൊല്ലണം അല്ലെങ്കിൽ നരഹത്യ ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ല അല്ലു അർജുൻ അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ഉദ്ദേശം ഇല്ല എന്ന കാര്യമാണ് അല്ലു അർജുൻ. തീർച്ചയായും ശ്യാം ദേവരാജ്, കുറ്റം നിലനിൽക്കില്ല എന്ന പ്രഥമദൃഷ്ട്യാ നിലനിൽക്കില്ല എന്ന് തെലങ്കാന ഹൈക്കോടതി പറയുകയാണ്. പുഷ്പ 2 സിനിമയുടെ പ്രദർശനത്തിനിടെ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലുമാണ് രേവതി എന്ന യുവതി മരിച്ചത്. അന്നത്തെ പ്രദർശനത്തിനിടെ അല്ലു അർജുൻ തിയേറ്ററിലെത്തിയതിനെ തുടർന്നാണ് വലിയ തിക്കും തിരക്കും ഉണ്ടായത്. ഈ അപകടത്തിൽ രേവതിയുടെ മകന് പരിക്കേൽക്കുകയും ചെയ്തു. ഈ കേസിൽ അല്ലു അർജുൻ എന്തിന് അറസ്റ്റിലായി എന്നത് ആ ചോദ്യത്തിന് ഉത്തരമായി ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത് നടൻ തിയേറ്ററിലെത്തുന്ന വിവരം പോലീസിനെ മുൻകൂട്ടി അറിയിച്ചില്ല എന്നതാണ്. സന്ധ്യ തിയേറ്ററിലെ 2 ജീവനക്കാരെ നേരത്തെ അറസ്റ്റ് ചെയ്തതാണ്. ഇതിൽ അല്ലു അർജുന് പൂട്ടിടാനായിട്ടുള്ള ഒരു നീക്കം, ആ നീക്കം നടത്തിയവർക്കുള്ള ഒരു തിരിച്ചടി കൂടിയായി മാറുകയല്ലേ ശ്യാമിത? അല്ലു അർജുന് ഇടക്കാല ജാമ്യം നൽകാൻ വേണ്ടി കോടതി പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലു അർജുനെതിരെ പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കില്ല എന്ന് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് പറയുന്നത് ഇത് ചലച്ചിത്ര താരമായല്ല സാധാരണക്കാരനായി പരിഗണിക്കണമെന്നാണ് അല്ലു അർജുന്റെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഇത് ഏതൊരു സാധാരണക്കാരനായാലും ഈ ഒരു കേസിൽ ജാമ്യം നൽകും എന്നാണ് ജസ്റ്റിസ് ശ്രീദേവി നിരീക്ഷിക്കുകയും ചെയ്തത്. സാധാരണക്കാരനാണെങ്കിലും ജാമ്യം നൽകേണ്ടതാണ് എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്നാണ് ജാമ്യം നൽകിയത്. അതിനിടയിൽ ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം, തിക്കിലും തിരക്കിലും രേവതി എന്ന യുവതി മരിച്ച സംഭവത്തിൽ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡിലാക്കിയതിനു ശേഷം ഈ രേവതിയുടെ ഭർത്താവ് ഭാസ്കർ പറയുന്നു, ഭാര്യ മരിച്ചത് അല്ലു അർജുന്റെ തെറ്റല്ല, അറസ്റ്റിനെ കുറിച്ച് തനിക്ക് യാതൊരു അറിവുമില്ല, പരാതി പിൻവലിക്കാൻ താൻ തയ്യാറാണ് എന്ന് പോലും ഭാസ്കർ പറയുകയാണ്. പിന്നെ എപ്പോഴാണ് ഈ കുടുംബത്തിന്റെ പരാതി ഉണ്ടെങ്കിലല്ലേ ഈ കേസ് തന്നെ നിലനിൽക്കൂ? ശ്യാം, പ്രോസിക്യൂഷൻ വളരെ ശക്തമായ ഭാഷയിലാണ് അല്ലു അർജുന്റെ ജാമ്യാപേക്ഷയെ എതിർത്തത്. കാരണം ഇത് FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഹർജി പരിഗണനയിൽ വരുമ്പോൾ അതിൽ ജാമ്യം നൽകാനാവില്ല എന്നാണ് പ്രോസിക്യൂഷൻ നിലപാടെടുത്തത്. പക്ഷേ മാത്രമല്ല, റിമാൻഡ് റിപ്പോർട്ട് പരിശോധിച്ചിട്ടില്ലല്ലോ എന്ന കാര്യം കൂടി പ്രോസിക്യൂഷൻ നിലപാടെടുക്കുകയും ചെയ്തു, കോടതി അറിയിക്കുകയും ചെയ്തു. ആ രീതിയിൽ ശക്തമായി പ്രോസിക്യൂഷൻ അല്ലു അർജുന്റെ ജാമ്യത്തെ എതിർത്തു. പക്ഷേ കോടതി അതിൽ വ്യക്തമാക്കിയ കാര്യം, ഒന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതിയുടെ മുന്നിലുണ്ട്. അതിൽ ഒന്നാമത്തേത് FIR ആണ്, രണ്ടാമത്തേത് പ്രോസിക്യൂഷൻ തന്നെ ഉയർത്തിയ വാദങ്ങളാണ്. ഇത് രണ്ടും പരിഗണിച്ചാൽ തന്നെ ജാമ്യം നൽകാവുന്നതേ ഉള്ളൂ. അങ്ങനെ ജാമ്യം നൽകാൻ കോടതിക്ക് അധികാരമുണ്ട് എന്ന കാര്യമാണ് കോടതി വ്യക്തമാക്കുകയും ചെയ്തത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അല്ലു അർജുന് ഇടക്കാല ജാമ്യം നൽകിയത്. സ്ഥിരം ജാമ്യത്തിനായി മജിസ്ട്രേറ്റ് കോടതിയെ, വിചാരണ കോടതിയെ സമീപിക്കാം എന്ന കാര്യവും കൂടി കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ സമീപിക്കുമ്പോൾ ആ വ്യവസ്ഥകളടക്കം അവിടെ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യം നേടുകയും ചെയ്യാമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഇതിൽ വളരെ ശക്തമായ വാദങ്ങളാണ് നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ ഉയർത്തിയത്, എതിർപ്പ് അറിയിച്ചത്. പക്ഷേ ആ വാദങ്ങൾ കോടതി പരിഗണിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലു അർജുന്റെ അഭിഭാഷകൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞത്,
പോലീസും ഒന്നാം നിലയിൽ അല്ലു അർജുനെ കാണാനെത്തി എന്നാണ് അഭിഭാഷകൻ പറഞ്ഞത്. അത് കോടതി മുറിയിൽ ഒരല്പസമയത്തേക്കെങ്കിലും ചിരി പടർത്തുകയും ചെയ്തു. കാരണം അല്ലു അർജുനെ കാണാൻ വേണ്ടിയാണ് ജനക്കൂട്ടം അവിടേക്ക് എത്തുന്നത്. ആ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ചുമതലയുള്ള ആളുകളാണ് പോലീസ്. അങ്ങനെയുള്ള പോലീസ് കൂടി അല്ലു അർജുനെ കാണാൻ വേണ്ടി ഒന്നാം നിലയിലേക്ക് പോയി. അപ്പോഴാണ് താഴെ തിക്കും തിരക്കും ഉണ്ടായത്. അത് പോലീസിന്റെ വീഴ്ചയാണ് എന്നാണ് അല്ലു അർജുന്റെ അഭിഭാഷകൻ പറഞ്ഞത്. അങ്ങനെ ഇന്ത്യൻ സിനിമാ വ്യവസായത്തെ തന്നെ അമ്പരപ്പിച്ച ഒരു അറസ്റ്റാണ് നടന്നത്. ഐക്കൺ സ്റ്റാർ എന്ന് ആരാധകർ വിളിക്കുന്ന അല്ലു അർജുനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഇടക്കാല ജാമ്യം കൊടുത്തിരിക്കുന്നു. BRS